പ്രവാസി വാർത്തയിലേക്ക് സ്വാഗതം. ദുബായിലെ മലയാളികൾ പാകിസ്ഥാൻ മുൻ ക്രിക്കറ്റ് താരം ഷാഹിദ് അഫ്രീദിക്ക് സ്വീകരണം നൽകിയ സംഭവത്തിൽ സോഷ്യൽ മീഡിയയിൽ രൂക്ഷ വിമർശനമുയരുകയാണ്. BJP നേതാവ് കെ സുരേന്ദ്രൻ അടക്കമുള്ളവരാണ് ഇതിനെതിരെ രംഗത്തെത്തിയിരിക്കുന്നത്. പഹൽഗാം ഭീകരാക്രമണത്തെ ന്യായീകരിക്കുകയും ഇന്ത്യയെ കുറ്റപ്പെടുത്തുകയും ചെയ്തയാളാണ് ഷാഹിദ് അഫ്രീദി. ഇന്ത്യ സ്വയം ഭീകരവാദം നടത്തുന്നു, സ്വന്തം ജനങ്ങളെ കൊല്ലുന്നു, തുടർന്ന് അതിന്റെ ഉത്തരവാദിത്തം പാകിസ്ഥാനിൽ കെട്ടിവെക്കുന്നു. ഇതായിരുന്നു അഫ്രീദി എന്ന് പറഞ്ഞത്. ഇത് വലിയ വിമർശനങ്ങൾക്കാണ് വഴിവെച്ചത്. ഇത്രയും മോശമായ ഒരു പരാമർശം നടത്തിയ ആൾക്ക് മലയാളികൾ ഊഷ്മളമായ സ്വീകരണം നടത്തിയത് നാണക്കേടും രാജ്യദ്രോഹവുമാണെന്നുമാണ് സോഷ്യൽ മീഡിയയിലൂടെ ആളുകൾ പ്രതികരിക്കുന്നത്. പാകിസ്ഥാൻ ക്രിക്കറ്റ് താരങ്ങളെ ആനയിച്ചു കൊണ്ടുവന്ന് ദുബായിൽ ആഘോഷം സംഘടിപ്പിച്ച മലയാളി സംഘടനയെ അഞ്ചാം പത്തികൾ എന്നാൽ അത് എന്ത് വിളിക്കാനാണെന്നാണ് കെ സുരേന്ദ്രൻ ചോദിക്കുന്നത്. പഹൽഗാമിൽ രക്തസാക്ഷികളായ ഇന്ത്യക്കാരെയും പാകിസ്ഥാനെതിരെ അഭിമാന വിജയം നേടാൻ വീരമൃത്യു വരിച്ച സൈനികരെയുമാണ് ഇവർ അപമാനിച്ചിരിക്കുന്നത്. ഇന്ത്യൻ ജനത ഒരിക്കലും പൊറുക്കാത്ത തെറ്റ് ചെയ്ത ഇവർ മലയാളികളായതിനാൽ നമുക്ക് ലജ്ജിച്ച് തലതാഴ്ത്താമെന്നാണ് കെ സുരേന്ദ്രൻ ഫേസ്ബുക്കിൽ കുറിച്ചത്. സ്വീകരണ പരിപാടിയുടെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ഷാഹിദ് അഫ്രീദിയെ വേദിയിൽ സ്വാഗതം ചെയ്യുന്നതാണ് വീഡിയോയിലുള്ളത്. ഉച്ചത്തിലുള്ള ആർപ്പ് വിളികൾക്കും കരഘോഷങ്ങൾക്കും ഇടയിലൂടെ ഷാഹിദ് അഫ്രീദി വേദിയിലെത്തുന്നു. ഇന്ത്യയിലെ കേരളവും അവിടുത്തെ ഭക്ഷണവും എനിക്ക് വളരെ ഇഷ്ടമാണെന്നാണ് അഫ്രീദി പ്രസംഗിച്ചത്. വേദിയിൽ ചെണ്ട അടക്കമുള്ള വാദ്യോപകരണങ്ങളുമായാണ് അഫ്രീദി സ്വീകരിച്ചിരിക്കുന്നത്. ഇതിനിടെ ദുബായിൽ നിന്ന് കൊച്ചിയിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം സാങ്കേതിക തകരാറിനെ തുടർന്ന് ഒമാനിലെ മസ്കത്ത് രാജ്യാന്തര വിമാനത്താവളത്തിൽ അടിയന്തരമായി ഇറക്കി. കഴിഞ്ഞ ദിവസം വൈകിട്ട് 5 മണിക്കായിരുന്നു വിമാനം കൊച്ചിയിലേക്ക് പുറപ്പെട്ടത്. വിമാനം മസ്കത്തിൽ ഇറക്കുന്നതിനായി യാത്രക്കാർക്ക് അറിയിപ്പ് ലഭിച്ചു. സ്ത്രീകളും കുട്ടികളും വയോധികരും രോഗികളും അടക്കം 100-ലധികം യാത്രക്കാരാണ് ഇതോടെ ദുരിതത്തിലായത്. ഏകദേശം 3 മണിക്കൂറോളം യാത്രക്കാരെ വിമാനത്തിലിരുത്തി. ശേഷം കുട്ടികൾ കരയാൻ തുടങ്ങിയതോടെ യാത്രക്കാർ അസ്വസ്ഥരായി. തുടർന്ന് ബഹളമുണ്ടായതിനെ തുടർന്ന് എല്ലാവരെയും വിമാനത്തിൽ നിന്ന് ഇറക്കി എയർപോർട്ടിന് സമീപത്തുള്ള ഹോട്ടലിൽ താമസ സൗകര്യമൊരുക്കി. വിമാനത്തിലെ സാങ്കേതിക തകരാർ പരിഹരിച്ച ശേഷം യാത്ര പുനരാരംഭിക്കുമെന്നാണ് അധികൃതർ അറിയിച്ചിരുന്നത്. എങ്കിൽ എപ്പോൾ പുറപ്പെടുന്ന കാര്യത്തിൽ വ്യക്തതയില്ലായിരുന്നുവെന്നാണ് യാത്രക്കാരനായ രഞ്ജിത്ത് പുത്തൻപുരയ്ക്കൽ ഒരു മാധ്യമത്തോട് പ്രതികരിച്ചത്. ഹോട്ടലിൽ എല്ലാവർക്കും പെട്ടെന്ന് ഭക്ഷണം ലഭ്യമായിരുന്നു. ഏറെ നേരം കാത്തിരുന്ന ശേഷമാണ് എല്ലാവർക്കും ഭക്ഷണം ലഭിച്ചത്. ചികിത്സയ്ക്കും മറ്റ് അത്യാവശ്യങ്ങൾക്കുമായി യാത്ര പുറപ്പെട്ടവരാണ് വിമാനം അടിയന്തരമായി മസ്കത്തിൽ ഇറക്കിയതിനാൽ ഏറെ ദുരിതത്തിലായത്.